തങ്ങൾക്ക് ഉംറക്ക് പോകേണ്ട ഒരു അർജന്റ് ആവശ്യം വന്നപ്പോൾ ഇന്ന് 8:30 മണിക്ക് അദ്ദേഹം പോകുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ പാണക്കാട്ടുന്ന ഒരു തങ്ങളെ ഒരു സൈനികൻ ഞങ്ങൾ പരിപാടിക്ക് പങ്കെടുപ്പിച്ചാലേ ഞാൻ സമ്മതിക്കൊള്ളുന്നു വളരെ വാശി പിടിച്ചിട്ട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തമിഴിൽ തങ്ങൾ തന്നെ സാധ്യതയിൽ തങ്ങളെ നേരിട്ട് വിളിച്ച് ഫോണിൽ ബന്ധപ്പെട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞ് തങ്ങൾ ഈ 2 പരിപാടിക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാണ്ട് പാറന്നൂരിലേക്ക് പോകുന്നത് അവിടുന്ന് വെളയൊരു പരിപാടി അത് കഴിഞ്ഞിട്ട് ഊട്ടിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ. അള്ളാഹു പാണക്കാട്ടെ സാധാർത്ഥ്യങ്ങൾക്ക് മുഴുവനും ആഫിയത്തും ദീർഘായുസ്സും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നാളെ രാത്രി മൗലിദ് സദസ്യ മൗലിദ് എന്ന പരിപാടി ഇവിടെ നടക്കും. അത് കഴിഞ്ഞാൽ ആബിദ് ഹുദവി സച്ചന്ന എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ യുവ പണ്ഡിതനുമായ ആബിദ് ഹുദവി സച്ചന്ന ഇന്ന് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ അത്ഭുതത്തോടെയാണ് ഇവിടെ പോസ്റ്ററൊക്കെ വായിച്ചത്. എന്നോട് പറയാണ്, എന്റെ ഓരോ ദിവസവും ഓരോ പരിപാടിയാണല്ലോ, എനിക്ക് സന്തോഷമുണ്ടല്ലോ, അങ്ങനെ ക്ലാസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നാളെ അദ്ദേഹത്തിന്റെ വേഷ സംസ്കൃതി ഇസ്ലാമിൽ എന്ന വിഷയം അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് 7 മണിക്ക്, കൃത്യം 7 മണിക്ക് ഇവിടെ ഇൻഷാ അല്ലാഹ് നാളെ കായത്തുണ്ടെങ്കിൽ കൃത്യം 7 മണിക്ക് ഇവിടെ മൗലിദ് തുടങ്ങും. 8 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ എല്ലാവരും നേരത്തെ എത്തണം. എത്താൻ വൈകിയാൽ നിങ്ങൾക്കാണ് നഷ്ടം. ആരാണോ വൈകിയത് അവർക്കാണ് നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന 2-3-4 മണിക്കൂർ അൽഹംദുലില്ലാഹ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടാനാണ്. മനസ്സ് ശുദ്ധീകരിക്കപ്പെടാൻ നമ്മുടെ കൽബ് ഒരുപാട് പാപക്കറകളെ കൊണ്ട് കളങ്കിതമാണ്. ഇതൊന്ന് 9 ദിവസം കൊണ്ട് ഇതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടണം. നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാവണം, നമ്മുടെ കൽബൊന്ന് ശുദ്ധമാവണം. ഒരുപാട് സ്വലാത്ത് നമുക്ക് കൂട്ടായിരുന്നിട്ട് കൊല്ലണം. ഒരുപാട് സ്വലാത്ത്. ഞങ്ങളുടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സഹോദരന്മാരോടൊക്കെ ഞാൻ പറയാണ്, കഴിയുമെങ്കിൽ നിങ്ങൾ കൗണ്ടർ വഹിച്ച് വരിക, തസ്ബീഹ് വരിക. എന്നിട്ട് ഇവിടുന്ന് പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഉസ്താദുമാർ നമ്മുടെ ഹദീസിന്റെ പേര് പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിച്ച് ഒറ്റ സ്വലാത്ത് പോലും വിടാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു സ്വലാത്താണ്. രണ്ടാമത് വീണ്ടും ഹദീസിന്റെ പേര് കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ സ്വലാത്താണ്. ഇങ്ങനെ ഓരോ ദിവസവും എണ്ണം പിടിച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടിയാൽ ഇൻഷാ അല്ലാഹ് 10,000-കണക്കിന് സ്വലാത്ത് ഈ ശംസുൽ ഉലമ നഗറിൽ നിന്നുകൊണ്ട് മദീന മുനവ്വറയിലേക്ക് പാർസലായിട്ട് അയക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് സ്വലാത്ത് കൊണ്ട് മുഖരിതമാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രാവുകളാണ് വരാൻ പോകുന്നത്. വളരെ വളരെ പ്രശസ്തമായ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഇവിടെ കൺസെപ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവരെല്ലാവർക്കും ഇവിടെ വരാനും അതൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു, അല്ലാഹുവിന്റെ സഹായമാണ് ഇതിന് ആവശ്യം. ഇതൊന്നും നമ്മൾ ആരുടെയും കഴിവല്ല. ഈ ജനക്കൂട്ടം ഇത് നമ്മുടെ ആരുടെയും കഴിവല്ല. ചില ആളുകള് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, ആര് ഇതിനോട് സഹകരിച്ചാലും ഇല്ലെങ്കിലും ഇത് ഇവിടെയുള്ള മാറാക്കരയുള്ള മുസ്ലിം ബഹുജനങ്ങൾ ഇത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമല്ല. ആദ്യത്തെ ദിവസം തന്നെ ഇവർക്ക് ജനപങ്കാളിത്തമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് കൂടുതലാണ് പോയോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഈ പരിപാടി പങ്കെടുപ്പിക്കണം. ആണുങ്ങളെ വീട്ടിലിരുത്തിയിട്ട് നമ്മൾ വരരുത്, പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് നമ്മൾ വരരുത്. ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും സദസ്സിൽ വന്നിരിക്കട്ടെ, വാഴ് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, ഇവിടെ ഇരിക്കുമ്പോ ശുദ്ധമാകും. എല്ലാ പാപങ്ങളും കൊടുക്കപ്പെടാനുള്ള ഒരു വേദിയാണിത്. കാരണം ഇവിടെ നമ്മളെക്കാൾ കൂടുതൽ മലക്കുകളുണ്ട്. ഒരു സംശയമില്ലല്ലോ. മാലാഖമാരുടെ പ്രവാഹം ഇവിടെയുണ്ട്. മജ്‌ലിസാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും മതത്തിൽ പഠിക്കുന്ന കുട്ടികളും യുവാക്കളും മധ്യവയസ്കരും പ്രായമുള്ള ആളുകളും എല്ലാവരും വന്നിരിക്കട്ടെ. അസുഖമുള്ള ആളുകളോട് വന്നിരിക്കട്ടെ. ഇതിന്റെ പദക്കത്ത് കൊണ്ട് നമ്മൾ ശുഭാസം തരട്ടെ. എല്ലാവരുടെയും കൽപ്പൊന്ന് ശുദ്ധമാവട്ടെ. അതന്നെ നമ്മൾ ആഗ്രഹവും. ഇത് ആത്മീയതയിലേക്കുള്ള ഒരു പാലമാണ്. ആത്മീയതയ്ക്കുള്ള ഒരു പാലമാണ്. 9 ദിവസം നമ്മൾ പാലം പണിതിരിക്കുകയാണ്. നമ്മളിപ്പോ ഭൗതികതയുടെ നെട്ടോട്ടത്തിനിടയിലാണ്. ഈ ഭൗതികതയുടെ നെട്ടോട്ടത്തിനിടയിൽ നിന്ന് ഒരു പാലം നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുകയാണ് 9 ദിവസം. അക്കരെ പറ്റാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ, ഒന്ന് സാഹസപ്പെട്ടാൽ, ഒന്ന് ത്യാഗം ചെയ്താൽ 9 ദിവസം കൊണ്ട് നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് കുത്തനെ ഉയർത്താൻ നമുക്ക് സാധിക്കും. ഒരു സംശയമല്ല. 2 മണിക്കൂർ നേരത്തെ പ്രഭാഷണവും ഓരോ ദിവസവും നടക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് പോകുമ്പോ ഈമാനിന്റെ ഗ്രാഫ് കൂടിയിരിക്കും. നമ്മുടെ കല്ല് ശുദ്ധമായിരിക്കും. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തിരിക്കും. തീർച്ചയാണ്. കാരണം ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്. 70ഓളം വരുന്ന വിനോദത്തിന്റെ സദസ്സുകളിൽ പങ്കെടുത്തതിന്റെ പാപ
വായിച്ചു കളയാൻ പര്യാപ്തമാണ് ഒരു ഇൽമിന്റെ മജ്ലിസ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്തബ ഹദ്ദാദ് റാത്തീബ് ഇതൊന്നും അതൊന്നും നമുക്ക് വാദിന് പറ്റിയ മതി എന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് അത് പുറത്തേക്ക് പറയുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഹദ്ദാദ് റാത്തീബ് ഇവിടുന്ന് പരസ്യമായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്നുകൊണ്ട് നമ്മൾ ചൊല്ലും. ഇൻഷാ അല്ലാഹ് അതിലെല്ലാവരും പങ്കെടുക്കണം. അതേപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് നമ്മുടെ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് സദസ്സിലേക്ക് നടന്ന് അതിനുശേഷമാണ് ഈ എല്ലാ പരിപാടിയും കൃത്യം 7 മണിക്ക് തുടങ്ങും. എല്ലാ ദിവസവും 7 മണിക്ക് പരിപാടി കാലത്ത് തുടങ്ങും. ആര് വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വലിയ നിങ്ങൾക്ക് നഷ്ടം അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ഇടം പിടിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് വളരെ നേരത്തെ തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വലാത്തിന്റെ പേരിൽ ആകുന്ന അവസ്ഥ ഉണ്ടാകരുത് നിർബന്ധം കൊണ്ടാണ് പറയുന്നത്. 12 മണി വരെ 1 മണി വരെ വഴങ്ങി വന്നിട്ട് ഇന്ന് കുടിച്ചെത്തുമ്പോൾ 1:30 മണി 2 മണി ചോറ് വെച്ച് കിടക്കുമ്പോൾ 2:30 മണി അന്ന് സുബിരിയില്ല, ചോറും ഉണ്ടാവില്ല, ഉണ്ടാവുന്നത് അത് ഒഴുക്കാനിലേക്കൊരു പാണ്ടാവുക ചെയ്യും. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. നിങ്ങൾ നേരത്തെ വന്നാൽ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ നമുക്ക് തിരിഞ്ഞു പോകാമെന്ന് അറിയിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ദഫ്റാത്തീബ് കുത്തിയേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ദഫ്റാത്തീബിന്റെ ഒരു പുനർജന്മം ഇൻഷാ അല്ലാഹ് അവിടെ നടക്കും. അതൊക്കെ നിങ്ങൾ ആസ്വദിക്കണം. പിന്നെ അതേപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഷാജു സുനീർ അസ്ഹരി വളരെ പ്രസക്തമായ ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയം ഫാമിലി കൗൺസിലിംഗ് ആണ്. ഫാമിലി മീറ്റിംഗ്, കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധി അതിലൂടെ ഉണ്ടാകും, ഉണ്ടാവണം, ഉണ്ടാവട്ടെ. അതിനാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഞാൻ തൽക്കാലം എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും ഒരു വസന്തം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഇന്നലെ ചെറുപ്പക്കാരനോട് ചോദിച്ചു. വീണ്ടും ഒരു വസന്തം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് വാർഷികമാണോ? ആ സുഹൃത്ത് ഇതിൽ തിരിക്കുന്നുണ്ട് സദസ്സിൽ. സ്വലാത്ത് വാർഷികമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അതോ റബീഉൽ അവ്വലാണോ ഉദ്ദേശിച്ചത് എന്നാണ് ചോദ്യം. ഞാൻ അപ്പോഴാണ് ഉറപ്പിക്കുന്നത് 2 സംഭവം 2 വസന്തം തന്നെയാണല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് വസന്തം കൊണ്ട് ഉദ്ദേശിച്ചത് റബീഉൽ അവ്വൽ തന്നെയാണ്. റബീഉ എന്നാൽ വസന്തം എന്നാണ്. ഇതൊരു വസന്തമാണ്. 12 മാസങ്ങളിലെ വസന്തമാണ് റബീഉൽ അവ്വൽ. എന്തുകൊണ്ടാണ് ഇത് വസന്തമായത്? എന്തുകൊണ്ടാണ് ഇത് വസന്തമായത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് റബീഇലേക്കുള്ള സൂചനയാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനത്തിലേക്കുള്ള സൂചനയാണ്. ഈ ആയത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇതേത് സൂറത്തിലെ ആയത്താണ്? സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഇത് ഈ ആയത്ത് എല്ലാ ആപത്തുകളിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനാണ്, പ്രതിരോധമാണ്. ഒന്ന് ഓടി നോക്കൂ, നിങ്ങൾ അറിയുന്നവരൊന്ന് ഓടി നോക്കുക. സൗബയാണ് അതുകൊണ്ട് കിഡ്നി ചൊല്ലണ്ട. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നിങ്ങളിലേക്കിതാ ഒരു പ്രവാചകനെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളിലേക്കിതാ നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൂതൻ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ആ നബിക്ക് വല്ലാത്ത വിഷമമാണ്, സങ്കടമാണ്, നൊമ്പരമാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാ ആപത്തുകളിൽ നിന്നും കാവലാണ്. ഈ ആയത്ത് ഒരു ദിവസം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ മരിക്കുകയില്ല എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ട് മുമ്പ് പലപ്പോഴും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാലും സൂചിപ്പിക്കാൻ സന്ദർഭമായിരിക്കുന്നു. ഈ ആയത്ത് മഗ്‌രിബിന് ശേഷം ധാരാളം ചെയ്താൽ സുബ്ഹി നിസ്കരിക്കുന്നത് വരെ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അയാൾ മരണപ്പെടുകയില്ല. ഗ്യാരണ്ടിയാണ്.
ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി തുടങ്ങി. ഈ സ്വലാത്ത, ഈ എവിടെയും സ്വലാത്ത, ഈ സ്വലാത്തിന്റെ ഒരു പ്രവാഹമാണ്. ഈ മാലാഖമാർക്കും സ്വലാത്താണ്, മണ്ണിലും സ്വലാത്താണ്, വിണ്ണിലും സ്വലാത്താണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ്, മനസ്സിന്റെ ആവേശമാണ്, മനസ്സിന്റെ കുളിർത്തങ്ങളാണ്. അല്ലാഹുവിന്റെ സ്വലാത്തുകൾ മുഴുവൻ കബൂലാക്കണേ അല്ലാഹ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ അല്ലാഹു രേഖപ്പെടുത്തും. കുത്തിബലഹു അശ്റു ഹസനാത്ത് മഹാഅൻഹു അസറ സയ്യിആത്ത്. 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. ഒറ്റ സ്വലാത്ത് എന്തേ ചൊല്ലേണ്ടതുള്ളൂ? അല്ലാഹു അത്രയുണ്ട്. അല്ലാഹുവിന്റെ പേര് വെക്കുമ്പോ മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശേഷണം കേൾക്കുമ്പോൾ പോലും സ്വലാത്ത് സുന്നത്താണ്. മദീന എന്ന് കേൾക്കുമ്പോൾ പോലും സ്വലാത്ത് തുല്യവരുണ്ടായിരുന്നു. മക്ക എന്ന് കേൾക്കുമ്പോൾ പോലും സ്വലാത്ത് തുല്യവരുണ്ടായിരുന്നു. എന്തുകൊണ്ട്? മദീന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്, ഓടി വരുന്നത് കരളിന്റെ കാതലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്താണ്. 10 നന്മ രേഖപ്പെടുത്തും, സിനിമ അല്ലാഹു മായ്ച്ചു കളയും. തിരിച്ച് അതുപോലത്തെ ഒരു സ്വലാത്ത് എന്നിട്ടും അല്ലാഹു നമുക്ക് വേണ്ടി ചൊല്ലുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിലേക്ക് അടുക്കാൻ സ്വലാത്ത്, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാൻ സ്വലാത്ത്, അല്ലാഹുവിലേക്ക് അടുക്കാൻ സ്വലാത്താണ്. നിസ്കാരം എന്നർത്ഥം വരുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാൻ നമ്മൾ സാധാരണ സ്വലാത്ത് എന്ന് പ്രയോഗിച്ചു വരുന്ന സ്വലാത്താണ്. രണ്ടിനും സ്വലാത്താണ്. 2 കണക്ഷനും കൂട്ടി ഉറപ്പിക്കും. അതേപോലെ സദസ്സാവണം. അപ്പോ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല, വിശേഷണം കേൾക്കുമ്പോഴും സ്വലാത്ത് സുന്നത്താണ്. ഇത് പരമാവധി ചൊല്ലുക. ഈ ആയത്ത് രാവിലെ ഓതിയാൽ വൈകുന്നേരത്തിൽ വരെ മരിക്കുകയില്ല, വൈകുന്നേരത്ത് ഓതിയാൽ രാവിലെ വരെ മരണപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരു സ്വഹാബി ഇത് കയ്യിൽ ചൊല്ലാൻ തുടങ്ങി. ഈ ആയത്ത് എല്ലാ ദിവസവും രാവിലെ വരും, വൈകുന്നേരം 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വഹാബിയെ പറ്റി ചരിത്രം രേഖപ്പെടുത്തുന്നു 120 വയസ്സ് കഴിഞ്ഞു. 120ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് മനാമിലേക്ക് കടന്നു വന്നു, സ്വപ്നത്തിലേക്ക് കടന്നു വന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് ചോദിച്ചു, അല്ല ചങ്ങായി, എന്താ പരിപാടി? 120 വയസ്സായി, മരിക്കൊന്നും വേണ്ടേ? എങ്ങോട്ടായി പോകും? എല്ലാ ദിവസവും ഈ ആരും ശ്രമിക്കുന്നതിനെ മുതൽ ജീവിക്കുക. 120 വയസ്സാണെങ്കിലും ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മരിക്കണ്ടേ, നിനക്ക് ഖബറിലേക്ക് കടന്നു വരണ്ടേ, എന്നെ കാണാൻ വരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് ചോദിച്ചപ്പോ പിറ്റേ ദിവസം എഴുന്നേറ്റു, സുബഹി നിസ്കരിച്ചു. മനഃപൂർവ്വം ഞാൻ ചോദിയില്ല അന്ന് ലോകത്ത്. ഇതും മഹാന്മാരായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം വെറുതെ പറയില്ല, ഗ്യാരണ്ടിയാണ്. മരണത്തിന് മാത്രമല്ല, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷണമാണ് ഈ ആയത്ത്. ആദ്യമായി കാര്യങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അറിയാത്തവരെങ്കിൽ മനസ്സിലാക്കണം, അപകടങ്ങൾ വർദ്ധിച്ച കാലമാണ്, അപകട മരണങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ വ്യാപകമായ കാലഘട്ടമാണ്. ഇത് നമ്മളെല്ലാ ദിവസവും ചെയ്യുക. ഈ വലിയ നമ്മൾ മരിക്കാനൊക്കെ കണക്കാക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ എങ്ങനെയൊക്കെ മറക്കും. അത് വേറെ വിഷയം. മരണം അല്ലാഹു നമുക്ക് ഒരു ദിവസം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹു മറപ്പിച്ച് കളയുന്നതാണ്. ചൊല്ലാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധമായ റബീഉലാണ് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നത്. ലോകത്തിന് വസന്തം നൽകിക്കൊണ്ടാണ് കടന്നു വന്നത്. ആമിന ബീവി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ സഹോദരി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മയാവാൻ ഭാഗ്യം ലഭിച്ച മഹതിയായ ആമിന ബീവി റജബ് മാസത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഗർഭം ധരിക്കുന്നത്. റജബിലാണ് ഗർഭം ധരിക്കുന്നത്. റബീഉൽ അവ്വൽ കുട്ടികൾ ഉണ്ടാകുന്നത് വലിയ ഭാഗ്യമാണ്. റബീഉൽ അവ്വലിൽ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് ബർക്കത്തുണ്ടാവും. റബീഉൽ അവ്വൽ പ്രസവിക്കണമെങ്കിൽ എപ്പോൾ ഗർഭാവണം? റജബിൽ ഗർഭിണിയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ആമിന ബീവി ഗർഭം ധരിച്ചത് റജബ് മാസത്തിലാണ്. ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح بيضاء سميه محمدا. റജബ് മാസത്തിൽ ഗർഭം ധരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആമിന ബീവിക്ക് ഓരോ മാസവും
ഓരോ മാസവും സ്വപ്നദർശനമുണ്ടായി. ഓരോ മാസവും ഓരോ പ്രവാചകന്മാർ കടന്നു വന്നു. എന്നിട്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുക. وأتاها في ذي الحجة موسى الكليم عليه السلام. ഓരോ മാസവും ഓരോ പ്രവാചകന്മാർ സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് പറയാണ്, ആമിന, നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടിയുണ്ടല്ലോ, നിങ്ങളുടെ ഗർഭപാത്രത്തിലുള്ള ഗർഭസ്ഥ ശിശുവുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ നേതാവാണ്, അല്ലാഹുവിന്റെ ഹബീബ്